ഹലോ ഗൈസ്, നമ്മുടെ വീണ്ടും ബൊഗൈൻവില്ലായിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മൾ ബൊഗൈൻവില്ലമിൽ ഇപ്പോൾ കാര്യമായിട്ട് പൂക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് നമ്മളിപ്പോൾ വല്ലാതെ അങ്ങ് വീഡിയോ ചെയ്യാത്തത്. കാരണം പൂക്കളുണ്ടാകുമ്പോഴാണ് അത് കാണാനും ഒരു ഭംഗിയുള്ളൂ. അപ്പോൾ എന്തൊക്കെ എൻ്റെ ഒരു അപ്ഡേഷൻ കാണിച്ചു തരാമെന്ന് കരുതിയിട്ടുണ്ട്. നമ്മുടെ സെക്കുറ ബെല്ലാക്കമ്മൽ ഒരു 2-3 ഫ്ലവറുള്ളൂ. കാരണം അത് ഫ്ലവറിങ്ങൊക്കെ ഇപ്പം തീർന്നിട്ടേ ഉള്ളായിരുന്നു. അത്യാവശ്യം നല്ല തളിർപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ ഹവായി വൈറ്റാണ്. അതിലത്യാവശ്യം നല്ല തളിർപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഇത് വലിപ്പം വെക്കുന്ന എനിക്ക് തോന്നുന്നത് നമ്മളെ പോട്ടി മിക്സിൻ്റെ ഒരു ഘടന അനുസരിച്ചേക്കാരം ഇതിൻ്റെ ഒരു വളർച്ചയും വരില്ല കേട്ടോ. അത്യാവശ്യം കുഞ്ഞ് തൈയായിരുന്നു നമുക്ക് ഹവായി വൈറ്റും ഈ സെക്കുറ ബെല്ലാക്കയും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒക്കെ നമ്മളെ കയ്യിൽ വെച്ച് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇതിനൊക്കെ തളിർപ്പ് വന്ന് കുറച്ചും കൂടി നല്ല ഫ്ലവർ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. നമ്മുടെ കയാട്ടം നിറയെ മൊട്ടുകളുണ്ട്. കണ്ടില്ല, ഇതൊക്കെ കാണുന്ന ഫുള്ള് മൊട്ടുകളാണ്. നമ്മളെ ചില്ലി ഐസ്ക്രീമാണ് ഇത്. നമ്മൾ വെള്ളം വരാതെ അങ്ങ് വെച്ചൊക്കെയാണ്, കാരണം ഒന്നൊന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. ഇതിലൊക്കെ മൊട്ട് വന്നിട്ടുണ്ട്. എല്ലാത്തിലൊന്നുമില്ല, പിന്നെ അത്യാവശ്യം കുറേ വെറൈറ്റികളുണ്ട്, അതിലൊന്നുമില്ല. പിന്നെ ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ. നമ്മളെ ഗ്രാഫ്റ്റഡ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഗ്രാഫ്റ്റഡിൻ്റെ ഒന്നിൽ ഈ കളറാണ്. ബ്ലൂബെറി ഐസ് ആണെന്നാണ് തോന്നുന്നതെന്ന് ഞാൻ വിട്ടെടുത്ത ആൾ പറഞ്ഞത്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചോദിച്ചപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത് ഇല്ലാത്ത, പക്ഷേ ഇതിൻ്റെ 2 ഫ്ലവർ ഇട്ടിട്ടുള്ളത്. 1 ഫ്ലവർ ഇട്ടിട്ട് ചെറിയൊരു സങ്കടം. നമ്മുടെ ഫ്ലെയിം റെഡാണ്, അതേ അതിൻ്റെ അപ്പുറത്തത് ഫ്ലവർ ഇട്ടിട്ടുണ്ട്. തരക്കേടില്ല, വിരിഞ്ഞെടുത്തോട് വിരിഞ്ഞോട്ടെ എന്ന് കരുതി അങ്ങ് വെച്ചതാണ്. പിന്നെ ഇതിലാകെ 5 ഗ്രാഫ്റ്റഡ് ഉണ്ടായിട്ട് ആകെ 2 മാത്രമേ ഫ്ലവർ ഇട്ടുള്ളൂ. ഒന്ന് നമ്മുടെ റൂബി റെഡാണ്. റൂബി റെഡ് അങ്ങ് നീണ്ടൊരു കൊമ്പ് പോയിട്ട് അതിലൊറ്റൊരു ഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പം നല്ല ഹെൽത്തി ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗോൾഡൻ സൺഷൈനിൽ ഈ ഒരു വൈറ്റ് ഫ്ലവർ മാത്രമേ ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു അവസ്ഥയാണിത്. ഇതൊക്കെ നമ്മൾ ഫ്ലവർ വെള്ളം ഒഴിക്കാതെ അങ്ങ് വാട്ടി നിർത്തിയതാണ് കേട്ടോ. എന്നിട്ടങ്ങ് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ തളിർപ്പിൽ പൂക്കളും മുട്ടുകളൊക്കെ വന്നോളെന്ന് കരുതിയിട്ട്. നമ്മുടെ ഫൽ ഓറഞ്ചാണ്. ഒക്കെ ഓരോരോ വെറൈറ്റികളൊക്കെ നമ്മൾ ഇപ്പോൾ വാങ്ങിയിൽപ്പെട്ട ആ തൈകളാണിത്. ഇവിടെയൊക്കെ ഉള്ളതൊക്കെ കേട്ടോ. കണ്ടില്ല, എല്ലാം അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാത്തിലും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു തളിർപ്പൊക്കെ ഇപ്പം വന്നതാണ് ഇതിൻ്റെതൊക്കെ. ഇത് ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ ഇപ്പോൾ വന്നതാണ്. ഇതിനത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ചെടികൾ ഒറ്റൊന്നും പോയിട്ടില്ല കേട്ടോ. അതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പോൾ വന്നതാണ്. ഇത് ബ്ലാക്ക് മരിയ, ബ്ലാക്ക് മൊണാലിസ ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വിജയം കണ്ടതാണ്. അങ്ങനെ അതിൽ 3-4 വെറൈറ്റികളുണ്ട് കേട്ടോ. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വിജയം കണ്ടതിൽ വരുന്ന പോലെ കണ്ടില്ല. നമ്മൾ ഫ്ലെയിം റെഡ് ഇതൊക്കെ ഉണ്ടല്ലോ, വാടി തൊലഞ്ഞിരിക്കുന്നുണ്ട്. അതങ്ങനെ വാടി തൊലഞ്ഞ് നിർത്തിയതാണ്. ഇതിൻ്റെയൊക്കെ കമ്പുകൾ ഇത് നമ്മളെ പിന്നെ ഇതിൻ്റെ ഒരു വെറൈറ്റി നമുക്ക് കിട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലവറൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. നമുക്കിപ്പോൾ നമ്മൾ വേറെ അടുത്ത് തൈ വെച്ചതായിരുന്നു നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. ഇപ്പോൾ അവിടുന്ന് അതിൻ്റെ തൈകളൊക്കെ പറിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് നമ്മുടെ ഇതിൻ്റെ കൂട്ടത്തിൽ നിർത്താൻ. കണ്ടില്ലേ, ഇതിൻ്റെ ഫ്ലവറോടൊക്കെയുള്ളത് തന്നെ നിങ്ങൾക്ക് കാണിക്കണം എന്ന് കരുതിയതാണ്. നല്ല അടിപൊളി റൂട്ട് വന്നിട്ടുണ്ട്. റൂട്ട് വന്നുകൊണ്ട് വെച്ചിട്ട് നമ്മൾ അധികം ഒരു 4 ദിവസത്തിൽ കൂടുതൽ ഇങ്ങനെ വാടിയത് നനക്കാതെ നിന്ന റൂട്ടും ഒക്കെ ചെടിയൊക്കെ പൂട്ടാം. അത്യാവശ്യം നല്ല തൈകളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടമാനം കമ്പ് കുത്തിയിട്ട് ആകെ പിടിച്ചത് ഇതാണ് കേട്ടോ. കണ്ടമാനം എന്ന് പറഞ്ഞാൽ എണ്ണയെ തീരാത്തിൽ നമ്മളെ കയ്യിലില്ലാത്തൊരു വെറൈറ്റി ആകുമ്പോൾ നമ്മൾ ഒരു രസം. നല്ല റൂട്ടുകൾ വന്നിട്ടുണ്ട് പറയുമ്പോൾ അതിൻ്റെ റൂട്ട് കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം ഹെൽത്തിയാണ് എന്നുള്ളത്. കണ്ടില്ലേ, പക്ഷേ ഫ്ലവർ ഒരു കുഞ്ഞിതായിട്ടുള്ള 2 കമ്പ് പോലെ ഫ്ലവർ ഉണ്ട്. പിന്നെ നമുക്കൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. നമ്മളൊരു ചെടീൻ്റെ ഒരു ഗീവ് അവേയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെടി അയച്ചു തരേക്കാരം ഏതാണ് എങ്ങനെയാണെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ റൂട്ടുകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. നമുക്ക് ബൊഗൈൻവില്ലനാണ് സെയിൽ ചെയ്യുന്ന ടീമിൻ്റെ അടുത്തു നിന്നാണ് നമുക്ക് ചെടി അടിച്ചിട്ടുള്ളത്.
വെറുതെ ഒരു ഗിവ് അവേയിൽ പങ്കെടുത്താണ് നമ്മൾ കമൻ്റ് ഇട്ട കമൻറ്റിന് കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക് ചെടി എന്നാണ്. നമുക്ക് 2 ആൾക്ക് തന്നെ 2 ഒരാളായി നമ്മൾ പെട്ടിട്ടുണ്ട്. ആൾ എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.